ആദ്യത്തെ ചോദ്യം, റഷീദിനെ കുറിച്ച് അവന്റെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും പറയാനുള്ളത് അവന്റെ മോശം പഠനശീലത്തെക്കുറിച്ചും കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരം കുറഞ്ഞ ആത്മാഭിമാനം അല്ലെങ്കിൽ ആ ഒരു പഠനശീലത്തെക്കുറിച്ചും അതുപോലെ കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരവും കുറഞ്ഞ ആത്മാഭിമാനം വളരെ താണ ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ചുമാണ്. അപ്പോൾ റഷീദിനെ പറ്റി ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പൊ റഷീദ് എന്ന് പറയുന്നത് എന്ത് ആണ്? മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയാണ്, അസാധാരണ കഴിവുള്ള കുട്ടിയാണ്, പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ്, സർഗാത്മകതയുള്ള കുട്ടിയാണ്. ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? അപ്പൊ ഇതില് പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ്. പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് മോശം പഠനശീലം, കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരം, കുറഞ്ഞ ആത്മാഭിമാനം, വളരെ താണ ആത്മവിശ്വാസം. അടുത്ത ചോദ്യം, ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ്? ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ്? ഒന്നാമത്തെ ഓപ്ഷൻ പുരോഗമനാത്മക അധ്യാപനം, പ്രതിക്രിയാധ്യാപനം, സഹകരണാധ്യാപനം, അപഗ്രഥനാത്മക അധ്യാപനം. ഇത്രയാണ് പറയുന്നത്. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ്? ഏതാണ് വരുന്നത്? പ്രതിക്രിയ അധ്യാപനം. പ്രതിക്രിയ അധ്യാപനം. അടുത്ത ചോദ്യം, ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഭാഷാ സമ്പാദന ഉപാധി വൈഗോട്സ്കി, ചോംസ്കി, സ്കിന്നർ, വെർത്തീമർ. ആരാണ് ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്? ചോംസ്കിയാണ്. ചോംസ്കി. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാവുന്നത്. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് ആരിലാണ്? നവജാത ശിശുവിൽ, ആദ്യത്തെ 2 മാസത്തിൽ, 3-ാമത്തെ മാസത്തിൽ, 18-ാം മാസത്തിൽ? 18-ാം മാസത്തിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓരോ കുട്ടിയുടെയും കഴിവുകളും താല്പര്യവും പരിഗണിച്ച് വിവിധതരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഏത് തത്വമാണ് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നത്? ഓരോ കുട്ടിയുടെയും കഴിവുകളും അവരുടെ താല്പര്യവും പരിഗണിച്ച് വിവിധതരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഏത് തത്വമാണ് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുന്നത്? ഫലനിയമം, സാമാന്യവൽക്കരണം, വ്യക്തിവ്യത്യാസങ്ങൾ, സാമ്യതാ നിയമം. ഏതായിരിക്കും? വ്യക്തി വ്യത്യാസങ്ങളാണ്. വ്യക്തി വ്യത്യാസങ്ങൾ. അടുത്ത ചോദ്യം, ഗാഗ്നെയുടെ പഠന ശ്രേണിയിൽ ശൃംഖലനത്തിനും ബഹുമുഖ വിവേചനത്തിനും ഇടയിലുള്ള ഘട്ടം ഏത്? ഗാഗ്നെയുടെ പഠന ശ്രേണിയിൽ ശൃംഖലനത്തിനും ബഹുമുഖ വിവേചനത്തിനും ഇടയിലുള്ള ഘട്ടം ഏതാണ്? ചോദക പ്രതികരണ പഠനം, സംജ്ഞാ പഠനം, വാചിക സംസർഗ പഠനം, പ്രശ്ന നിർദ്ധാരണം എന്നിവയാണ് വന്നിരിക്കുന്നത്. ഇതില് വാചിക സംസർഗ പഠനം. വാചിക സംസർഗ പഠനം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല. ഏതുമായി ഈ ആശയത്തെ ബന്ധപ്പെടുത്താം? സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല. ഏതുമായിട്ടാണ്? ധർമ്മവാദം, ഗസ്റ്റാൾട്ട് വാദം, ഘടനാവാദം, വ്യവഹാരവാദം. നമ്മൾ ഈ വാദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഗസ്റ്റാൾട്ട് വാദമാണ്. ഗസ്റ്റാൾട്ട് വാദം. വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു. ഇവിടെ ഏത് സിദ്ധാന്തമാണ് പ്രാവർത്തികമായത്? വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് പഠിപ്പിച്ചു. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചു. അത് ഏത് സിദ്ധാന്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫലനിയമം, പരിശീലന നിയമം, സന്നദ്ധതാ നിയമം, സാമീപ്യ നിയമം. സന്നദ്ധതാ നിയമം, അതായത് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ താല്പര്യത്തോടെ ഇരിക്കുന്നു, സന്നദ്ധരായിട്ട് ഇരിക്കുന്നു. സന്നദ്ധതാ നിയമം. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം ഏതാണ്?
പ്രബലനം നെഗറ്റീവ് മാത്രം, പോസിറ്റീവ് മാത്രം, നെഗറ്റീവും പോസിറ്റീവും ഇവയൊന്നുമല്ല. പ്രബലനം എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ നൽകുന്നുണ്ട് പ്രബലനമായിട്ട്. അടുത്തത് സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണയത്തിൽ പെടാത്തത് ഇത്. സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണയത്തിൽ പെടാത്തത് എന്താണ്? വർഷാന്ത പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ചോദ്യം വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വിലയിരുത്തലിനെ പറ്റി വീഡിയോസ് അതിനെപ്പറ്റി നോട്ട് തന്നിരുന്നു. അപ്പൊ അത് പഠിച്ചു എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അതിന്റെ വീഡിയോയും ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അപ്പൊ ഇതില് സമഗ്രവും തുടർച്ചയായതുമായ മൂല്യനിർണയത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വർഷാന്ത പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇംഗ്ലീഷിലെ ടോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ച രാജേഷ് നേരത്തെ പഠിച്ച ഫോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഓർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിന് കാരണം എന്താണ്? ഇതില് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, പ്രോസ്പെക്റ്റീവ് ഇൻഹിബിഷൻ, റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ. അപ്പൊ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിലെ ടോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഇപ്പോൾ പഠിച്ചു. നേരത്തെ പഠിച്ച ഫോൾ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഓർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതിന് കാരണം റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ഒരു വ്യക്തിയിൽ സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ള അവബോധം സൃഷ്ടിക്കുന്നത്. ഒരു വ്യക്തിയിൽ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ആ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്, ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ടൈപ്പിംഗ് ഇതിൽ ഏതാണ് വരുന്നത്? ജെൻഡർ ഐഡന്റിറ്റിയാണ്. ജെൻഡർ ഐഡന്റിറ്റി. ഒരു പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ അഭിപ്രേരണ രീതി ഏത്? ഒരു പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ അഭിപ്രേരണ രീതി. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിയുടെയും പേരെടുത്ത് വിളിക്കുന്നു. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിയുടെയും പേര് ചോക്ക് ബോർഡിൽ എഴുതുന്നു. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഓരോ കുട്ടിക്കും ഹസ്തദാനം നൽകുന്നു. മുകളിൽ പറഞ്ഞത് എല്ലാം. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ഉചിതമായ അഭിപ്രേരണ രീതിയാണ്. അസാധാരണ കഴിവുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികൾ എന്താണ്? അസാധാരണ കഴിവുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികൾ എന്തൊക്കെയാണ്? എബിലിറ്റി ഗ്രൂപ്പിംഗ്, സമ്മർ സ്കൂൾ, ത്വരിതപ്പെടുത്തൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിലേതാണ് വരുന്നത്? ഇത് ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും പറ്റുന്നതാണ്. മുകളിൽ പറഞ്ഞത് എല്ലാം. ക്രിയാത്മക ശേഷിയുള്ള ഒരു കുട്ടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിന്തകളിൽ അഭിനവത്വം പ്രകടിപ്പിക്കുന്നു, വ്യാപകമായ സങ്കല്പശേഷി ഉണ്ടാവും, പ്രശ്നങ്ങളോട് ഉയർന്ന തലത്തിലുള്ള സംവേദനക്ഷമത പുലർത്തുന്നു, മുകളിൽ പറഞ്ഞതെല്ലാം പ്രദർശിപ്പിക്കുന്നു. ഇതിലേതാണ് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്? ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ചിന്തകളിൽ അഭിനവത്വം പ്രകടിപ്പിക്കുന്നു, വ്യാപകമായ സങ്കല്പശേഷി ഉണ്ടാകും, പ്രശ്നങ്ങളോട് ഉയർന്ന തലത്തിലുള്ള സംവേദനക്ഷമത പുലർത്തും. ഇതെല്ലാം ഒരു ക്രിയാത്മക ശേഷിയുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളാണ്. ഇതിൽ പ്രാഥമിക വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്തതാണ് എന്ത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം അത് ശുപാർശ ചെയ്തതിന്റെ കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അവശ്യ പഠന നിലവാരം, അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ദേശീയ പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പൊ ഇതിൽ ഏതാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്തത് എന്നതാണ്. അത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അഥവാ ഈ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1987-88 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഇനി എന്താണ് ആ പദ്ധതി എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നമ്മൾ നേരത്തെ ഈ ഒരു വിദ്യാഭ്യാസ കമ്മീഷനും ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു 1987-88 ആ ഒരു സമയത്തുള്ള പദ്ധതിയെ പറ്റി.
ഇനി ഇതിൽ ഈ ഒരു അവശ്യ പഠന നിലവാരം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവശ്യ പഠന നിലവാരം. അപ്പോൾ എന്താണത്? അതായത് മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, MLL അഥവാ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. ഗുണനിലവാരവും സമത്വവും പരസ്പരം സമന്വയിപ്പിച്ച് ജാതി മത പരിഗണനകൾക്ക് അതീതമായി എല്ലാ കുട്ടികൾക്കും താരതമ്യേന തൃപ്തികരമായ രീതിയിൽ പഠനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം എന്ന് പറയുന്നത്. ഗുണനിലവാരവും സമത്വവും പരസ്പരം സമന്വയിപ്പിച്ച് ജാതി മത പരിഗണനകൾക്ക് അതീതമായി എല്ലാ കുട്ടികൾക്കും താരതമ്യേന തൃപ്തികരമായ രീതിയിൽ പഠനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്, MLL എന്ന് പറയുന്നത്. 1995 നമുക്ക് അവസാനത്തെ ഓപ്ഷനായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ. എന്നാണ് ദേശീയ പ്രാഥമിക വിദ്യാഭ്യാസ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1995. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫാക്ട്സും കൂടി പഠിച്ചു വെക്കുക, ഈ ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, എ സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ കർത്താവാര്? ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആര്? ഗാന്ധിജി, അരവിന്ദ് ഘോഷ്, ടാഗോർ, സ്വാമി വിവേകാനന്ദൻ. ഏതാണ് ആൻസർ? ശ്രീ അരവിന്ദ് ഘോഷാണ്. ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൃതികളാണ് വിദ്യാഭ്യാസത്തെ പറ്റി അല്ലെങ്കിൽ ഓൺ എഡ്യൂക്കേഷൻ. അടുത്തത് ഗീതയെ പറ്റിയുള്ള ലേഖനങ്ങൾ, എസ്സേസ് ഓൺ ദ ഗീത എന്നിവയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അരവിന്ദ് ഘോഷിന്റെ ദർശനം സമഗ്ര ദർശനം എന്നറിയപ്പെടുന്നു. അരവിന്ദ് ഘോഷിന്റെ ദർശനം എങ്ങനെ അറിയപ്പെടുന്നു? സമഗ്ര ദർശനം അഥവാ ഇന്റഗ്രൽ ഫിലോസഫി എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ബ്രിഡ്ജസ് ചാർട്ട് മനുഷ്യനിലെ ഏത് വികസനത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്? ബ്രിഡ്ജസ് ചാർട്ട് മനുഷ്യനിലെ ഏത് വികസനത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ബ്രിഡ്ജസ് ചാർട്ടിനെ പറ്റി. അപ്പോൾ ഇതിൽ മാനസിക വികസനം, ഭാഷാ വികസനം, വൈകാരിക വികസനം, വൈജ്ഞാനിക വികസനം എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വൈകാരിക വികസനം. വൈകാരിക വികസനം. ഇനി എന്താണ് ഈ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത്? 1931 കാതറിൻ ബ്രിഡ്ജസ് നടത്തിയ പഠനത്തിന്റെ ഫലമാണ് ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത്. കാതറിൻ ബ്രിഡ്ജസ് നടത്തിയ പഠനത്തിന്റെ ഫലമാണ് ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത്. ആദർശ സിദ്ധാന്തം എന്ന പഠനാന്തരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ആദർശ സിദ്ധാന്തം എന്ന പഠനാന്തര സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? തോണ്ടൈക്ക്, ചാൾസ് ജൂഡ്, ഗാഗ്നെ, WC ബാഗ്ലി. ഇതിൽ WC ബാഗ്ലി അദ്ദേഹമാണ് ആദർശ സിദ്ധാന്തം എന്ന ഒരു പഠനാന്തരണ സിദ്ധാന്തം അവതരിപ്പിച്ചത്. എല്ലാ അന്തരണങ്ങളുടെയും അടിസ്ഥാനമായി ആദർശങ്ങൾക്ക് ഊന്നൽ നൽകിയതാണ് ആദർശ സിദ്ധാന്തം. വേറെയും പഠനാന്തരണങ്ങളുണ്ട്, അതിനെയൊക്കെ അടിസ്ഥാനമാക്കി ആദർശങ്ങൾക്ക് ഊന്നൽ നൽകിയതാണ് ആദർശ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഐഡിയാസ്. ആദർശ സിദ്ധാന്തത്തിന്റെ തിയറി ഓഫ് ഐഡിയാസ് എന്നാണ് പറയുന്നത്. പഠന പ്രക്രിയയിൽ കുട്ടികളുടെ നേട്ടങ്ങളെ തുടർച്ചയായും ഘട്ടം ഘട്ടമായും വിലയിരുത്തുന്ന സമ്പ്രദായമാണ്. പഠന പ്രക്രിയയിൽ കുട്ടികളുടെ നേട്ടങ്ങളെ തുടർച്ചയായും ഘട്ടം ഘട്ടമായും വിലയിരുത്തുന്ന സമ്പ്രദായം. ആത്യന്തിക മൂല്യനിർണയം, സംരചന മൂല്യനിർണയം, മാനകീകൃത ശോധകം, സിദ്ധി പരീക്ഷ. ഇതിലേതാണ് പഠന പ്രക്രിയയിൽ കുട്ടികളുടെ നേട്ടങ്ങളെ തുടർച്ചയായിട്ടും ഘട്ടം ഘട്ടമായിട്ടും വിലയിരുത്തുന്ന സമ്പ്രദായം എന്ന് പറയുന്നത്? ഏതാണ്? സംരചന മൂല്യനിർണയം. സംരചന മൂല്യനിർണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇപ്പോൾ ഓരോ പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോ പാഠത്തിൻ്റെയോ യൂണിറ്റിൻ്റെയോ ഒക്കെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം, അതാണ് എന്ത്? ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഓരോ പാഠഭാഗത്തിൻ്റെയും യൂണിറ്റിൻ്റെയും ഒക്കെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും. സംരചന മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ആത്യന്തിക മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അടുത്ത ചോദ്യം, ബുദ്ധിയെ പറ്റി ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ദ്വിഘടക സിദ്ധാന്തം ചാൾസ് സ്പിയർമാൻ, ഡോക്ടർ ജോൺസ്, ആർതർ ജെൻസൺ, തേഴ്സൺ എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബുദ്ധിയെ പറ്റി ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത്
ചാൾസ് സ്പിയർമാൻ ആണ്. ആരാണ്? ചാൾസ് സ്പിയർമാൻ. ഏകഘടക സിദ്ധാന്തം അഥവാ മൊണാർക്കിക് തിയറി ഡോക്ടർ ജോൺസിൻ്റെതാണ്. ഏകഘടക സിദ്ധാന്തം അഥവാ മൊണാർക്കിക് തിയറി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മൊണാർക്കിക് തിയറി പഠിച്ചിരുന്നു. ആരുടേതാണ്? ജോൺസന്റേതാണ്. എന്തിനായിരുന്നു മൊണാർക്കിക് തിയറി നമ്മൾ പഠിച്ചത്? താഴെ മെൻഷൻ ചെയ്യുക. ബുദ്ധിയെ സംബന്ധിച്ച് ദ്വിതല സിദ്ധാന്തം അവതരിപ്പിച്ചത് ആർതർ ജെൻസൺ ആണ്. ആർതർ ജെൻസൺ ഓപ്ഷനിലുണ്ടായിരുന്നു. ബുദ്ധിയെ സംബന്ധിച്ച് ദ്വിതല സിദ്ധാന്തം അവതരിപ്പിച്ചത് ആർതർ ജെൻസൺ ആണ്. ബുദ്ധിയെ പറ്റി ദ്വിഘടക സിദ്ധാന്തം, ഇത് ദ്വിഘടക സിദ്ധാന്തം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ദ്വിതല സിദ്ധാന്തം, രണ്ടും മാറിപ്പോകരുത്. ദ്വിഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞത് ചാൾസ് സ്പിയർമാൻ. ഇനി ഏകഘടക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊണാർക്കിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോൺസൺ. ബുദ്ധിയെ സംബന്ധിച്ച് തന്നെ ദ്വിതല സിദ്ധാന്തം അത് ആർതർ ജെൻസൺ ആണ്. അടുത്തത് തേഴ്സ്റ്റൺ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം. സംഘഘടക സിദ്ധാന്തം. അടുത്തത് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ. ബാലക സംപ്രത്യക്ഷണ പരീക്ഷ. ചിൽഡ്രൻസ് റിസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്യാറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബാലക സംപ്രത്യക്ഷണ പരീക്ഷ അതിൻ്റെ ഒരു പെർസെപ്ഷൻ ആണ്. അപ്പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പെർസെപ്ഷൻ ആണ് കേട്ടോ. അത് CAT ക്യാറ്റ് എന്ന് പറയും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വ്യക്തിത്വം നിർണ്ണയിക്കാനാണ്. ഇപ്പൊ ക്യാറ്റ് ടെസ്റ്റ് എന്തിനാണ്? വ്യക്തിത്വം നിർണ്ണയിക്കാനാണ്. ഈ ക്യാറ്റിന്റെ നിർമ്മാതാവ് ആരാണ്? ഡോക്ടർ ബെല്ലാക്കാണ്. ഡോക്ടർ ബെല്ലാക്കാണ് ഈ ക്യാറ്റിന്റെ നിർമ്മാതാവ്. ജന്തുക്കളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇനി അടുത്തത്, സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന മറ്റൊരു വീടായിരിക്കണം വിദ്യാലയം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന മറ്റൊരു വീടായിരിക്കണം വിദ്യാലയം എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂയി, റൂസോ, ജോൺ ലോക്ക്, പെസ്റ്റലോസി. ആരാണത് പറഞ്ഞത്? ജോൺ ഡ്യൂയി ആണ്. ജോൺ ഡ്യൂയി. ഈ ജോൺ ഡ്യൂയി ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. 1859 മുതൽ 1952 വരെയാണ് കാലഘട്ടം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ശ്രദ്ധിക്കണം. വിദ്യാലയവും സമൂഹവും, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി. അടുത്തത് വിദ്യാലയവും കുട്ടിയും, ദ സ്കൂൾ ആൻഡ് ദ ചൈൽഡ്. നാളത്തെ വിദ്യാലയം, അതായത് സ്കൂൾ ഓഫ് ടുമോറോ. വിദ്യാഭ്യാസം ഇന്ന്, എഡ്യൂക്കേഷൻ ടുഡേ. അപ്പൊ ഇതൊക്കെ എഴുതിയത് ശ്രീ ജോൺ ഡ്യൂയി ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുക, അദ്ദേഹത്തിന്റെ കൃതികളുടെ പേരും ഓർക്കുക. അടുത്ത ചോദ്യം, 1962 വൈകാരികോദ്ഗ്രഥനത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? 1962 ഉദ്ഗ്രഥനത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? ശ്രീപ്രകാശ്, ഡോക്ടർ സമ്പൂർണാനന്ദ, ആദിശേഷ, രാമമൂർത്തി. ഡോക്ടർ സമ്പൂർണാനന്ദയാണ് ആൻസർ. ഇനി പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, സ്കൂൾ പ്രവൃത്തി ദിന ആരംഭത്തിൽ ദേശഭക്തി പ്രതിജ്ഞ എടുക്കണം. സ്കൂൾ തുടങ്ങുന്ന ദിവസത്തിൽ സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം ആലപിക്കണം. ദേശീയ ദിനങ്ങൾ സമുചിതമായി ആഘോഷിക്കണം. അപ്പൊ ഇതൊക്കെ ഡോക്ടർ സമ്പൂർണാനന്ദ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്. അടുത്ത ചോദ്യം, ഭാരതത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല? ഭാരതത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ്. 1990 ഫെബ്രുവരി 4 ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായി. ഇതിന്റെ ഈ ഒരു ആദ്യ സമ്പൂർണ്ണ സാക്ഷരത അതിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞ സമ്പൂർണ്ണ സാക്ഷരത നേടുന്നതിന്റെ ആ ഒരു പ്രോഗ്രാം, അതിന്റെ മുദ്രാവാക്യം വെളിച്ചമേ നയിച്ചാലും എന്നാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കോട്ടയം എന്ന് എഴുതുക. ആദ്യത്തെ പട്ടണം അഥവാ സിറ്റി ചോദിച്ചാൽ കോട്ടയം. ആദ്യത്തെ ജില്ല ചോദിച്ചാൽ എറണാകുളം. 1991 ഏപ്രിൽ 18 കേരളം ഭാരതത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു.
അപ്പോൾ 91 ഏപ്രിൽ 18 ഭാരതത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യത്തെ സിറ്റി, ആദ്യത്തെ സംസ്ഥാനം, ആദ്യത്തെ ജില്ല. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അത് കമൻ്റായിട്ടും ലൈക്കും ഷെയറും ആയിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അറിയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.